വൈദ്യുതി ഉപഭോഗം കുറയ്ക്കുവാനുള്ള മാർഗങ്ങളുമായി സ്റ്റാർലൈൻ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ട്രേഡിംഗ് എന്ന കമ്പനി രംഗത്ത്. ഷോറൂമുകളിലും ഷോപ്പിംഗ് മാളുകളിലും കുറഞ്ഞ വൈദ്യുതിയിൽ ഡിസ്പ്ലേ ലൈറ്റുകൾ വ്യാപകമാക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യം. ഇവിടെ ആൾക്കാർക്ക് ഓരോ ലൈറ്റും ഓൺ ചെയ്തിട്ട് അതിൻ്റെ എഫിഷ്യൻസി എത്രയാണ്, എന്ത് കളർ കോമ്പിനേഷനിൽ ലൈറ്റ് കൊണ്ടുവരാൻ പറ്റും, വാട്ടേജ് എങ്ങനെ കുറക്കാൻ പറ്റും, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. ഒരു പ്രത്യേക രീതിയിൽ ലൈറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഏരിയ എങ്ങനെ ഹൈലൈറ്റ് ചെയ്യാം, ജനറൽ ഏരിയയിൽ എങ്ങനെയുള്ള ലൈറ്റ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ വാൾ ഏരിയയിൽ എങ്ങനെയുള്ള ലൈറ്റ് ഉപയോഗിക്കണം, ഇത്തരം കാര്യങ്ങൾക്ക് അവർക്ക് ഏത് ലേമേനും കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ദുബായ് ആസ്ഥാനമാക്കി 2002 മുതൽ പ്രവർത്തിച്ചു വരികയാണ് സ്റ്റാർലൈൻ. ഡയറക്ടർമാരായ ബഷീർ പിച്ചിക്കൽ, ജയഫർ, മാർക്കറ്റിംഗ് മാനേജർ അബ്ദുൾ ജലീൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു പുതിയ പ്രവാസി മുന്നേറ്റം എന്ന NTVയുടെ ആശയം പ്രവാസികൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യമാകുന്നു. പ്രവാസികൾ സ്വന്തം ശക്തിയും അജണ്ടയും തിരിച്ചറിയണമെന്ന ആശയത്തോട് പ്രതികരിക്കുന്നു UAEയുടെ മാധ്യമ സാംസ്കാരിക മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രീ മൊയ്തീൻ കോയ. ഇവിടുത്തെ സമൂഹം യഥാർത്ഥത്തിൽ അവരുടെ ശക്തി തിരിച്ചറിഞ്ഞിട്ടില്ല. പ്രവാസികൾ, നമ്മളാരും വന്നത് രാഷ്ട്രസേവനമെന്ന് മഹത്തായ ലക്ഷ്യം ആദ്യമേ മനസ്സിലുറപ്പിച്ചൊന്നും വന്നവരല്ല. പക്ഷേ പരോക്ഷമായി നമ്മൾ വലിയൊരു രാഷ്ട്രസേവനം നടത്തുന്നുണ്ട്. നമ്മുടെ ജവാന്മാർ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്നത് പോലെ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ശേഷിയെ താങ്ങി നിർത്തുന്നതിൽ വലിയൊരു പങ്ക് പ്രവാസി സമൂഹം വഹിക്കുന്നുണ്ട്. എന്നാൽ ആ അർത്ഥത്തിലുള്ളൊരു പരിഗണന പ്രവാസികൾക്ക് ലഭിക്കുന്നുമില്ല. പൊതുവെ അതിൻ്റെ കാരണം പ്രവാസികളുടെ സമ്പത്ത്, പ്രവാസികളുടെ ഈ വരുമാനം കൃത്യമായ തോതിൽ വിനിയോഗിക്കപ്പെടുന്നതിനുള്ള ഒരു ശാസ്ത്രീയ സംവിധാനവും നമ്മുടെ നാട്ടിലില്ല. ഇപ്പോൾ ഓരോ വ്യക്തിയും യഥാർത്ഥത്തിൽ അവൻ്റെ കുടുംബം, അവൻ്റെ ആശ്രിതർ, അവരുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അവരുടെ അത്യാവശ്യങ്ങൾ അത് നിവർത്തിക്കാൻ വേണ്ടി മാസം തോറും ഈ പണം അയക്കുന്നു എന്നല്ലാതെ അത് ശാസ്ത്രീയമായൊരു രീതിയിൽ വിനിയോഗിക്കുന്ന അല്ലെങ്കിൽ അവരവന് വേണ്ടി ഒരു സമ്പാദ്യം സ്വരൂപിക്കുന്ന ഒരു പദ്ധതിയും പ്രവാസിയുടെ ജീവിതത്തിലില്ല. ഒരു ശരാശരി പ്രവാസിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു തുച്ഛ വരുമാനക്കാരായ പ്രവാസി സമൂഹമാണ് ബഹുഭൂരിപക്ഷം. അവരുടെ ഇടയിൽ ഇപ്പോഴും അങ്ങനെ ഒരു ശാസ്ത്രീയമായ രീതി വളർന്നു വന്നിട്ടില്ല. അപ്പോൾ അവരെല്ലാ കാര്യങ്ങളെക്കുറിച്ചും അന്നന്നത്തെ കാര്യങ്ങൾ നിവർത്തിച്ചു പോകുന്നതിനപ്പുറത്തേക്ക് അവരുടെ ചിന്തയോ പ്രവൃത്തിയോ മാറി വരുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രവാസി പ്രശ്നങ്ങൾ എന്ന പേരിൽ നമ്മൾ ഉയർത്തിക്കാട്ടുന്ന പല പ്രശ്നങ്ങളുടെയും മുൻഗണനാക്രമം തെറ്റാണ് എന്നാണ് ഞാൻ പറയുക. നമ്മളിപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വോട്ടവകാശത്തെക്കുറിച്ച്, നമ്മുടെ യാത്രാക്കൂലി കുറയ്ക്കുന്നതിനെക്കുറിച്ച്, നമ്മുടെ കസ്റ്റംസ് നികുതിയെക്കുറിച്ച്, ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ ആരും പ്രവാസിയുടെ പുനരധിവാസത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടനെ നമ്മളിവിടെ ആവേശം കൊള്ളുന്നു, നമ്മളിവിടെ വോട്ട് ക്യാൻവാസ് ചെയ്യുന്നു, നാട്ടിലുള്ളവരെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു, നമ്മളിവിടെ നിന്ന് വിമാനം കയറി വരെ ഒറ്റയായും സംഘമായും ചെന്ന് വോട്ട് ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ വൈകാരികതയെ അതേ അളവിൽ തിരിച്ചറിയാൻ നമ്മുടെ ഭരണ നേതൃത്വത്തിനോ ഉദ്യോഗസ്ഥ നേതൃത്വത്തിനോ കഴിയുന്നില്ല. അതെന്നും ഈ പ്രവാസി ഒരു കറവപ്പശുവായി ഇരിക്കണമെന്ന മട്ടിലാണ് സമീപനങ്ങൾ. അപ്പോൾ ഇതിന് ശരിക്കും വേണ്ടത് രാഷ്ട്രീയ കക്ഷികളുടെ പോഷക സംഘടനകളായി പ്രവർത്തിക്കുന്നതിന് പകരം, മുന്നണികളുടെ പോഷക സംഘടനകളായി പ്രവർത്തിക്കുന്നതിന് പകരം പ്രവാസി വിഷയങ്ങളിലെങ്കിലും, ഏറ്റവും ചുരുങ്ങിയത് പ്രവാസി വിഷയങ്ങളിലെങ്കിലും ഒരു പൊതുവായ അഭിപ്രായം രൂപീകരിക്കുകയും ആ പൊതുവായ അഭിപ്രായ രൂപീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സമ്മർദ്ദ ഗ്രൂപ്പായി ഈ രാഷ്ട്രീയ മുന്നണി രാഷ്ട്രീയമായാലും കക്ഷി രാഷ്ട്രീയമായാലും അതിനിടെ അവർക്ക് മുന്നിൽ ഇത് അവതരിപ്പിക്കാൻ സാധിക്കുകയും വേണം. നമ്മുടെ എക്സിക്യൂട്ടീവിനെ, ലെജിസ്ലേച്ചറിനെ, ജുഡീഷ്യറിയെ ഒക്കെ പ്രവാസി ഈ തരത്തിലുള്ള ഒരു സമൂഹമാണ് എന്നും അവർക്ക് ഇന്ന അവകാശങ്ങളുണ്ട് എന്നും ഇന്ന ചുമതലകളൊക്കെ അവർ രാജ്യത്തിനു വേണ്ടി നിർവഹിക്കുന്നുണ്ട് എന്നും ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു സമ്മർദ്ദ ഗ്രൂപ്പായി തന്നെ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇത് മുഖവിലക്കെടുക്കപ്പെടുക എന്നാണ് എനിക്ക് തോന്നുന്നത്.
NTV പ്രവാസി മലയാളികൾക്കായി കേരള സർക്കാരുമായി ചേർന്നൊരുക്കുന്ന കേരള കോൺസുലേറ്റിന് ഉടൻ തുടക്കമാവും. കേരള കോൺസുലേറ്റ് NTVയും കേരള സർക്കാരും ഒരുമിക്കുന്നു മറുനാടൻ മലയാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. വിദേശ മലയാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതിന് പരിഹാരമുണ്ടാക്കാനും NTVയുടെ ഒരു പ്ലാറ്റ്ഫോമുണ്ടായി വളരെയേറെ സന്തോഷമുണ്ട്. നാടുവിട്ടവരുടെ നാട്ടിലെ പ്രശ്നങ്ങൾക്ക് ഒരു കൈത്താങ്ങാണ് ഈ പരിപാടി. ഗൾഫ് നാടുകളിലെ ഒരു ചെറിയ ശതമാനം ആളുകൾ ഒരുപക്ഷെ സമ്പന്നരായ വ്യവസായികളോ പ്രധാനപ്പെട്ടതായിരിക്കാം. പക്ഷേ ഒരു വലിയ സിംഹഭാഗവും ലേബർ ക്യാമ്പുകളിൽ പ്രയാസങ്ങൾ നേരിടുന്ന, അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ ഒരു വേദി കണ്ടെത്താൻ കഴിയാതെ പ്രയാസപ്പെടുന്ന മലയാളികളുടെ എണ്ണം വളരെ കൂടുതലാണ്. നാട്ടിലെ ഏത് പ്രശ്നങ്ങളും NTV അറിയിക്കാം. പ്രവാസികാര്യ മന്ത്രിയും സർക്കാരും അതിന് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കും. ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് വിദേശ മലയാളികൾക്ക് ഒരു രക്ഷകർത്താവ് ഉണ്ടാകണം, അവരെ സഹായിക്കാൻ ഒരു സംവിധാനം ഉണ്ടാകണം. ആ കാര്യത്തിലുള്ള ഫലപ്രദമായ ഒരു ഫോറമായി മാറാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. മറുനാട്ടിലിരിക്കുന്ന നമുക്ക് വേണ്ടി NTV ഒരുക്കുന്ന പുതിയ പ്ലാറ്റ്ഫോം കേരള കോൺസുലേറ്റ്. ആ പരാതികൾ സ്വീകരിച്ചാൽ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കാണാൻ എന്നെ ശ്രദ്ധപ്പെടുത്തും. നോർക്ക സെക്രട്ടറിക്കാണെങ്കിൽ സെക്രട്ടറിക്ക് കൊടുക്കും, സീവനാണെങ്കിൽ സീവന് കൊടുക്കും. അപ്പം ആ കോൾ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ എഫക്റ്റ് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും NTVയുടെ ഈ സംരംഭം വളരെ ശ്ലാഘനീയമാണ്. കാരണം വിദേശ മലയാളികൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർ സമീപിക്കാനുള്ള ഒരു വേദിയായിരിക്കും. കൂടുതൽ ഈ സംവിധാനം പ്രയോജനപ്പെടുത്താനും ഗവൺമെന്റുമായി ബന്ധപ്പെടാനും ഞാൻ എല്ലാ വിദേശ മലയാളികളോട് അപേക്ഷിക്കുകയാണ്. അവരുടെ സഹായിയായിരിക്കും എന്നും നോർക്കെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ NTV അറിയിക്കുക. ഓരോ ആഴ്ചയും വകുപ്പ് മന്ത്രിയുമായി നമുക്ക് സംവദിക്കാം. പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താം. കത്തുകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം ntvUAE@gmail.com. മൊബൈൽ 050-110-6364. കഴിഞ്ഞ ലൗഡ് സ്പീക്കറിൽ ജോൺ ബ്രിട്ടാസുമായി നടത്തിയ അഭിമുഖത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്താമായിരുന്നുവെന്ന് റാസൽ കൈമയിൽ നിന്നുള്ള മോഹൻദാസ് ഉൾപ്പെടെയുള്ള ചില പ്രേക്ഷകർ പ്രതികരിക്കുന്നു. ഇത്തരം ചോദ്യങ്ങൾ മറ്റൊരവസരത്തിൽ ബ്രിട്ടാസിനോട് തന്നെ ചോദിക്കാൻ ലൗഡ് സ്പീക്കർ ശ്രമിക്കും. ലൗഡ് സ്പീക്കറിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ntvua@gmail.com അല്ലെങ്കിൽ ഞങ്ങളെ വിളിക്കുക 050-110-6364. ലൗഡ് സ്പീക്കർ ഇനി അടുത്തയാഴ്ച.